കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ നിന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വിശുദ്ധിക്ക് വേണ്ടി ഒരുങ്ങുകയും അതിനുവേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുന്ന, വേർപാടിനു വേണ്ടി വില കൊടുത്തു നിൽക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ വചന ചിന്തയിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നാം പലപ്പോഴും സ്മരിക്കപ്പെടാതെ പോകുന്ന ഒരു വിഷയമാണ് വ്യഭിചാരം എന്നൊരു വിഷയം. നമുക്കറിയാം, വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ മോശയ്ക്ക് ദൈവം കൊടുത്ത കൽപ്പനയിലെ 7ാമത്തെ കൽപ്പനയാണ് വ്യഭിചാരം ചെയ്യരുത്. വളരെ സിമ്പിളായ ഒരു വാക്കാണ്. ലേവ്യ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും, ലേവ്യ 20:10 പറയുന്നത്, ഒരുത്തന്റെ ഭാര്യയുമായി വ്യഭിചാരം ചെയ്യുന്നവൻ കൂട്ടുകാരന്റെ ഭാര്യയുമായി വ്യഭിചാരം ചെയ്യുന്ന വ്യഭിചാരിയും വ്യഭിചാരിണിയും തന്നെ മരണശിക്ഷ അനുഭവിക്കണം. അപ്പോൾ യേശുവിന്റെ അടുക്കൽ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 4-ാം വാക്യം വായിക്കുമ്പോൾ, ഒരു സ്ത്രീയെ, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരികയാണ്. കൊണ്ടുവരുമ്പോൾ അവരും ചോദിക്കുന്നത്, മോശയുടെ പ്രമാണം അനുസരിച്ച് ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണം, നീ എന്താണ് പറയുന്നത്? അപ്പോൾ പഴയ നിയമത്തിൽ ഈ വ്യഭിചാരം എന്ന് പറയുന്ന പാപം കല്ലെറിഞ്ഞു കൊല്ലണം. മറ്റൊരു ഭാഗത്ത് പറയുന്നു, അവനെ ജനത്തിന്റെ ഇടയിൽ നിന്ന് നീക്കിക്കളയണം. അത്രമാത്രം വലിയ പാപമാണ് വ്യഭിചാരം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ അതിന്റെ ഒരു തലം യേശുക്രിസ്തു മാറ്റുവാനിടയായി. അതിനെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു ചെറിയ വിഷയമാണ്. പലപ്പോഴും വിശുദ്ധന്മാരായിരിക്കുന്ന നമ്മൾ വിസ്മരിക്കാതെ പോകുന്ന, ഓർക്കാതെ പോകുന്ന ഒരു വിഷയം. ശത്രുവിന്റെ ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത്, അതാണ് പൗലോസ് പലയിടത്തും പറയുന്നത്, ശത്രുവിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. സാത്താന്റെ ഏറ്റവും വലിയ തന്ത്രം എന്ന് പറയുന്നത് നമ്മളോട് നേരിട്ട് വരില്ല. അവൻ നമ്മളെ ഓർപ്പിക്കാതെ, അല്ലെങ്കിൽ നമ്മുടെ ചിന്തയിൽ പെടാത്ത വിഷയങ്ങളിൽ കൂടെ നമ്മളെ വിശുദ്ധിയിൽ നിന്ന് അവൻ അകറ്റിക്കളയും. പ്രൈസ് ദി ലോർഡ്. യേശു പറഞ്ഞൊരു വാക്കാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. മത്തായി സുവിശേഷം 5-ാം അധ്യായം 28-ാം വാക്യം, ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനല്ല ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. മറ്റൊരു വേർഷനിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് കാമശക്തി കൊണ്ട് നോക്കുന്നവനെല്ലാം അവളോട് വ്യഭിചാരം ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം. പലപ്പോഴും ഇവിടെ സ്ത്രീ എന്ന് പറയുമ്പോൾ സ്ത്രീയെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, പുരുഷനും കൂടെ ഉണ്ട്. അവിടെ ഒരു സ്ത്രീ ദൈവഹിതമില്ലാതെ ഒരു പുരുഷനെ നോക്കിക്കഴിഞ്ഞാൽ അവനുമായി അവർ വ്യഭിചാരം ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ തിരിച്ചും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, ഇതിലൊന്നും ഒരു കുറവില്ല. ആത്മീയതയ്ക്ക് യാതൊരു കുറവുമില്ല. പക്ഷെ ചില സമയങ്ങളിൽ പിശാച് ഹൃദയത്തിനകത്ത് കൊണ്ടുവരുന്ന ഈ മോഹം അതൊരു വ്യഭിചാരമായി തീരുകയാണ്. ഈ വ്യഭിചാരം നമ്മൾ എന്ത് ചെയ്യുന്നു? പഴയ നിയമപ്രകാരം അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ നിത്യതയ്ക്ക് ഇതൊരു തടസ്സമായി നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ സന്ദേശം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുമ്പോൾ നമ്മൾ ഇന്ന് ജീവിതത്തെ ശരിക്കൊന്ന് ക്രമീകരിക്കണം. കാരണം ശത്രു ഭയങ്കര തന്ത്രശാലിയാണ്. ഒരു വിശുദ്ധനെ ഏത് വിധത്തിലും തള്ളിയിടുവാൻ, നശിപ്പിച്ച് കളയുവാൻ, അവന്റെ ജീവിത യാത്രയിൽ നിത്യതയുടെ യാത്രയെ തടഞ്ഞു കളയുവാൻ, നിത്യതയിലേക്ക് വിടാതെ വണ്ണം തകർത്ത് കളയുവാൻ ശത്രു ശ്രമിക്കുമ്പോൾ, എന്ന് വെച്ചാൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും അവനെ അകറ്റിക്കളയുവാൻ അവൻ ശ്രമിക്കുമ്പോൾ, നമ്മൾ നമ്മുടെ ഓരോ കാൽച്ചുവടുകളും ദൈവവചന പ്രകാരം മുമ്പിലോട്ട് പോയില്ല എങ്കിൽ നമ്മുടെ അവസാന നാളിൽ നമുക്ക് നിത്യതയിലേക്ക് ചേർക്കപ്പെടാൻ കഴിയില്ല. ഇല്ലെങ്കിൽ കാഹളം ധ്വനിക്കുമ്പോൾ ഈ മണ്ണിൽ നിന്നും ഈ ശരീരം ഉയർന്നു വരികയില്ലെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഹൃദയത്തിനകത്ത് വരുന്ന ഒരു മോഹം നമ്മുടെ നിത്യതയ്ക്കൊരു തടസ്സമാണ്. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിൽ മോശയുടെ കൽപ്പന തന്നെ നോക്കുമ്പോൾ, മോഹിക്കരുത്, കൂട്ടുകാരന്റെ യാതൊന്നും മോഹിക്കരുത്. കാരണം മോഹം ഗർഭം ധരിച്ച്
പാപം പ്രസവിക്കുന്നു, പാപം മുഴുത്ത് മരണം പിറന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്ന മോഹമാണ് വ്യഭിചാരത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മൾ സിമ്പിളായിട്ട് മനസ്സുകൊണ്ട് ഒരാളെ കാണുമ്പോൾ, ഒരു സ്ത്രീയെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു പുരുഷനെ കാണുമ്പോൾ പ്രായഭേദ വ്യത്യാസം കൂടാതെ അറിയാതെ ഉള്ളിൽ പിശാച് ആവശ്യമില്ലാത്ത മോഹം കൊണ്ടിടുമ്പോൾ തന്നെ അവിടെ മത്തായി സുവിശേഷം 5:28 വാക്യത്തിൽ, ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. കേട്ടോ, ചെയ്തു പോയി. അങ്ങനെയാണെങ്കിൽ ഹൃദയത്തിനകത്ത് വരുന്ന മോഹം നമ്മളെ എന്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു? വ്യഭിചാരത്തിലേക്ക് കൊണ്ടുപോകുന്നു. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ദാവീദ് എന്ന് പറയുന്ന ഭക്തനെ നമുക്ക് എല്ലാവർക്കും അറിയാം. പുള്ളിയുടെ തലയിൽ ദൈവിക അധികാരവും അഭിഷേകവും ഇരിക്കുകയാണ്. ഒരു ചെറിയ കല്ലുകൊണ്ട് വലിയ ഗോലിയാത്തിനെ എറിഞ്ഞു വീഴ്ത്തിയവനാണ്. ആദ്യമൊന്നും അവൻ അഡ്രസ് ഇല്ലായിരുന്നു. ദൈവം അവൻ അഡ്രസ്സൊക്കെ കൊടുത്തു. ഇസ്രായേലിലെ പ്രഥമ പുരുഷനാക്കി ദൈവം തീർത്തു. പക്ഷേ ഈ അഭിഷേകം തലയിൽ ഇരിക്കുമ്പോൾ തന്നെ, രാജാവായിരിക്കുമ്പോൾ തന്നെ, തന്റെ ഉള്ളിനകത്ത് വന്നൊരു ചെറിയ മോഹം ബർശേബയെ സ്വന്തമാക്കുവാനിടയായി. അത് നിമിത്തം വന്ന പാപം തന്റെ ജീവിതത്തെ ആകപ്പാടെ തകർത്ത് കളയുവാനിടയായി. ഒരു വർഷം ഇസ്രായേൽ പലയിടത്തും പരാജയപ്പെടാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് ദൈവത്തിന്റെ നാമത്തിൽ പറയട്ടെ, നിത്യതയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ഏതെങ്കിലും ഒരു മോഹം അറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിൽ വന്നു പോയാൽ, ദാവീദിനെ പോലെ അഭിഷേകമുള്ളവരായിരിക്കാം, കൃപാവരങ്ങൾ ഉള്ളവരായിരിക്കാം, അധികാരമുള്ളവരായിരിക്കാം, ഒരുപക്ഷെ ശുശ്രൂഷകനായിരിക്കാം, ഒരുപക്ഷെ പ്രവാചകനായിരിക്കാം, ഒരുപക്ഷെ അറിയപ്പെടുന്ന വ്യക്തിയായിരിക്കാം, ഇല്ലെങ്കിൽ വർഷങ്ങൾ കൊണ്ട് കർത്താവിന് വേണ്ടി ശക്തമായി നിൽക്കുന്ന വ്യക്തിയായിരിക്കാം. ശ്രദ്ധിക്കുന്ന മാതാവേ, പിതാവേ, സഹോദരങ്ങളെ, നമ്മുടെ മരണം എപ്പോഴെന്നറിയില്ല. പക്ഷേ അതിനു മുമ്പ് ഈ വ്യഭിചാരം ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ കർത്താവ് ആ വേശ്യയായ സ്ത്രീയോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഇനി നീ പാപം ചെയ്യരുത്, ഇനി നീ പാപം ചെയ്യരുത്. നിന്നെ ആരും വിധിച്ചില്ലയോ? ഞാൻ നിന്നെ വിധിക്കുന്നില്ല, ഇനി നീ പാപം ചെയ്യരുത്. ഒരുപക്ഷെ ഈ വചനത്തിന്റെ പൊരുളുകൾ ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കാം നമ്മുടെ ലൈഫ് മുമ്പിലോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ നമ്മൾ ചെന്ന് ഒരുപക്ഷെ ഇതൊന്നും ഏറ്റു പറയില്ല. കാരണം മോഹം അകത്ത് വന്ന് കണ്ടു, നമ്മൾ ചിന്തിച്ചു, അത് കളഞ്ഞു. പിന്നെ വീട്ടിൽ ചെന്നിരുന്ന് ആരും എന്ത് ചെയ്യില്ല, ഇതിനെ ഏറ്റു പറയുകയോ ഉപേക്ഷിക്കുകയോ ദൈവത്തോട് ഒന്ന് കർത്താവേ എനിക്ക് ഇങ്ങനെ വന്നുപോയി, എന്നോട് ക്ഷമിക്കണമേ നമ്മൾ പറയാൻ നമ്മൾ സമയം എടുക്കില്ല. മോഹത്തിന്റെ ഏറ്റവും വലിയൊരു കുഴപ്പം ഇതാണ്. ദാവീദിനും ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. ഒരു രാത്രിയിലോ ഒരു പകലിലോ അവൻ ആ സ്ത്രീയെ കണ്ടൊന്ന് മോഹിച്ചു. അവളുടെ സൗന്ദര്യത്തെ കണ്ട് മോഹിക്കുവാനിടയായി. അവന്റെ ലൈഫിനെ മൊത്തം തകർത്ത് കളഞ്ഞു. ഈ ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതി അവന് ചെയ്യാൻ കഴിഞ്ഞില്ല. ദാവീദിനെ കൊണ്ട് ആലയം പണിയാൻ ദൈവത്തിന്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. പക്ഷേ ദൈവം പറഞ്ഞു, നോ, നീ എന്റെ ആലയം പണിയണ്ട, കാരണം നിന്റെ കരങ്ങളിൽ രക്തമുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ജീവിതത്തിന്റെ വഴിയാത്രയിൽ എവിടെയെങ്കിലും കയറി വന്നൊരു കൊച്ചു മോഹം അത് ജീവിതത്തിൽ മറ്റ് പാപങ്ങളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നെങ്കിൽ, ഇവിടെ ഇരുന്ന് ഇപ്പോൾ തന്നെ ഈ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, യേശുപ്പച്ച എന്നോട് ക്ഷമിക്കണമേ, അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമേ, എന്റെ ജീവിതത്തിൽ വന്നു പോയ, അറിയാതെ വന്നു പോയ ഈ മോഹം നിമിത്തം വന്ന വ്യഭിചാരങ്ങൾ, വ്യഭിചാരമെന്നല്ല വ്യഭിചാരങ്ങൾ, എത്രയോ നാളുകൊണ്ട് രക്ഷിക്കപ്പെട്ട ശേഷം, സ്നാനപ്പെട്ട ശേഷം, അഭിഷേകം പ്രാപിച്ച ശേഷം പലപ്പോഴായി നമ്മുടെ ഉള്ളിനകത്ത് കയറി വരുന്ന ഈ പാപത്തെ യേശുവിന്റെ രക്തത്താൽ ഇന്നൊന്ന് കഴുകൽ പ്രാപിക്കുക, യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിക്കുക. ഒരു പുതിയ തീരുമാനത്തിലേക്ക് നമുക്ക് കടന്നു വരണം. കാരണം കാഹളം ധ്വനിക്കാൻ പോവുകയാണ്. യേശുവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. യേശു തന്റെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞ ഒരു ഭാഗമാണ് ഈ ഭാഗം. ശിഷ്യന്മാരെയും ജനത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് യേശു പറഞ്ഞൊരു വാക്കുണ്ട്. പരീശന്മാർ അവിടെ നിൽക്കുകയാണ്. പരീശന്മാർക്കെല്ലാം ഉണ്ട് എന്നൊരു തോന്നലുണ്ട്. യേശു പറഞ്ഞു, നോ, നിങ്ങളുടെ ഹൃദയത്തിനകത്തുള്ള മോഹം, സ്ത്രീകളെ കാണുമ്പോൾ, പുരുഷന്മാരെ കാണുമ്പോൾ നിങ്ങൾ മോഹിക്കുമ്പോൾ ആ മോഹം വ്യഭിചാരമായി മാറുകയാണ്. അതേ എന്റെ സ്നേഹിതരെ, എന്റെ സഹോദരങ്ങളെ, നമ്മൾ ഓടിയതും അധ്വാനിച്ചതും വെറുതെയായി പോകാതിരിക്കാൻ ഇന്ന് നമ്മൾ ദൈവസന്നിധിയിൽ ഒരു ചെറിയ തീരുമാനം,
ഹല്ലേലൂയ. ശിംശോനെ നോക്കുക, ശക്തനായ മനുഷ്യൻ, ഫെലിസ്ത്യരെ കൊന്നുമുടിക്കുവാൻ അധികാരം ലഭിച്ചവൻ. അവന്റെ തലമേൽ ചെറുപ്രായത്തിൽ തന്നെ അഭിഷേകത്തിന്റെ 7 ജനകൾ വളർത്തിയെടുത്തവൻ. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ അവൻ ആരായി തീരുമെന്നുള്ള പ്രവചനം ലഭിച്ചവൻ. പക്ഷേ ജീവിതയാത്രയിൽ ചെറിയ മോഹം അതൊരു പാപത്തെ വ്യഭിചാരത്തിലേക്ക് കൊണ്ടുപോയി. ആ വ്യഭിചാരം അവന്റെ അഭിഷേകത്തെ നഷ്ടപ്പെടുത്തി. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നമ്മൾ ശാരീരികമായി ഒരുപക്ഷെ വ്യഭിചാരം ചെയ്യുന്നില്ല, മനസ്സിനകത്ത് മോഹം വന്ന ശേഷം ജീവിതത്തിനകത്ത് ഇങ്ങനെ ഒരു തെറ്റ് വന്നു പോയാൽ നമുക്ക് നഷ്ടപ്പെടുന്നത് സ്തോത്രം നഷ്ടപ്പെടില്ല, അന്യഭാഷ നഷ്ടപ്പെടത്തില്ല, കൃപാവരങ്ങൾ നഷ്ടപ്പെട്ടെന്ന് വരില്ല, അധികാരങ്ങൾ നഷ്ടപ്പെട്ടെന്ന് വരില്ല, പക്ഷെ നമ്മുടെ നിത്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ശിംശോന്റെ ജീവിതം നോക്കുക, ശക്തനായ മനുഷ്യൻ, ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവൻ, നാസി വ്രതക്കാരനായിരിക്കുന്ന മനുഷ്യൻ. പക്ഷേ ജീവിതത്തിന്റെ മേഖലകളിൽ താളം തെറ്റാൻ തുടങ്ങി. എവിടെ വെച്ചാണ് സംഭവിച്ചത്? ഹൃദയത്തിനകത്ത് കയറി വന്ന ഒരു മോഹം വ്യഭിചാരത്തിലേക്ക് കൊണ്ടുപോയി. എന്നാൽ അതേ സ്ഥാനത്ത് യോസേഫിനെ നിങ്ങൾ നോക്കുക, വ്യഭിചാരം ചെയ്യുവാൻ ഒരുത്തി പുറകെ നടക്കുകയാണ്. പൊത്തിപ്പോറിന്റെ ഭാര്യ പുറകെ നടക്കുകയാണ്. 1 ദിവസമല്ല, 2 ദിവസമല്ല, 3 ദിവസമല്ല. സാഹചര്യങ്ങൾ അവനുണ്ട്, സകലവിധമാകുന്ന അധികാരങ്ങൾ അവനുണ്ട്. അവൾ തന്നെ പറയുകയാണ്, നീ എന്റെ യജമാനൻ എന്നെ ഒഴിച്ച് ബാക്കിയെല്ലാം അധികാരം തന്നിട്ടുണ്ട്, നീ എന്റെ കൂടെ വാ. പക്ഷേ അവൻ ഹൃദയത്തിനകത്ത് പോലും അവളെ കുറിച്ച് മറ്റൊരു ചിന്തയുണ്ടായില്ല. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ യോസേഫിനെ പോലെ ജീവിക്കുന്ന ദൈവഭക്തന്മാർ ഈ തലമുറയിൽ എഴുന്നേറ്റ് വരുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. നോക്കുക, ദാനിയേലിനെ നോക്കുക, കുടിക്കുന്ന വെള്ളത്തിൽ പോലും കഴിക്കുന്ന ആഹാരത്തിൽ പോലും വിശുദ്ധി കാത്തു സൂക്ഷിച്ച ഭക്തനായ മനുഷ്യൻ. ഹല്ലേലൂയ. ഈ തലമുറയിലും പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് ഹൃദയത്തിനകത്തുള്ള മോഹങ്ങളെ വലിച്ചു കളഞ്ഞ് ഈ പറഞ്ഞതുപോലെ മത്തായി സുവിശേഷം 5:28 പറഞ്ഞതുപോലെ നമ്മുടെ ഹൃദയത്തിനകത്ത് വന്ന സ്ത്രീകളെയും പുരുഷന്മാരെ കുറിച്ചുള്ള മോഹം അത് നമ്മളെ എന്തായിക്കൊണ്ടിരിക്കുന്നു? വ്യഭിചാരിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആ വ്യഭിചാരത്തിൽ നിന്നും ഒഴിഞ്ഞു മാറണം. ഇല്ലെങ്കിൽ നമ്മുടെ നിത്യതയുടെ വഴി തടയപ്പെടും. നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന ശുശ്രൂഷകൾ നമ്മൾ ചെയ്യാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ ദാവീദിന്റെ ജീവിതത്തിൽ ദാവീദ് ചെയ്ത പാപനിമിത്തം ദാവീദിന്റെ തലമുറയോട് ദൈവം ദോഷം ചെയ്യുവാനിടയായി, അവന് ശിക്ഷ കൊടുക്കുവാനിടയായി. ദാവീദ് ഒത്തിരി കരയേണ്ടി വന്നു, ഒത്തിരി നിലവിളിക്കേണ്ടി വന്നു, ഒത്തിരി യാചിക്കേണ്ടി വന്നു, ദൈവസന്നിധിയിൽ ഒത്തിരി ഉപവസിക്കേണ്ടി വന്നു. എന്നിട്ട് പോലും ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ അവന് പിന്നത്തിൽ കയറി വരാൻ കഴിഞ്ഞില്ല. എന്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിനകത്ത് തലമുറകൾക്ക് ഞാനും നിങ്ങളും ഒരു പാപമായി നമ്മുടെ ഈ വിഷയം തീരാതിരിപ്പാൻ, തലമുറകൾ ഒരു ദോഷത്തിലേക്ക് പോകാതിരിപ്പാൻ, തലമുറകൾ മറ്റു രീതിയിലേക്ക് പോകാതിരിപ്പാൻ, അവർ ദുഃഖിക്കാതിരിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് ഈ തിരുവചനത്തിൽ കൂടെ നിങ്ങളോട് ബോധിപ്പിക്കുന്ന ഒരു വിഷയമുണ്ട്. ഈ മോഹം ഉള്ളിനകത്ത് വരാതെ, സ്ത്രീയുടെ അല്ലെങ്കിൽ പുരുഷന്റെ മേലുള്ള ആ ചിന്ത നമ്മുടെ ഉള്ളിൽ വന്ന് ഒരു വ്യഭിചാരിയായി തീരാതെ വേണം. പുറമെ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, പള്ളിയിൽ പോകുന്നു, ആരാധിക്കുന്നു, പ്രസംഗിക്കുന്നു, അന്യഭാഷ പറയുന്നു. പക്ഷേ അഗ്നി ജ്വാലയ്ക്ക് ഒത്ത കണ്ണുള്ള കർത്താവിന്റെ മുമ്പിൽ, ആ കണ്ണിന്റെ മുമ്പിൽ, ആ സ്കാനിങ്ങിന്റെ മുമ്പിൽ ഞാനും നിങ്ങളും വ്യഭിചാരികളാണെങ്കിൽ, അങ്ങനെ ഒരു ബോധം വരുന്നുവെങ്കിൽ, ഒരുപക്ഷെ വീട്ടിൽ വന്ന പ്രവാചകൻ, സഭയ്ക്കകത്ത് വന്ന പ്രവാചകൻ തലയിൽക്കരം വെച്ച് ഈ ദൂത് പറഞ്ഞു കാണില്ലായിരിക്കാം. പക്ഷെ തിരുവചനത്തിൽ കൂടെ ആത്മാവ് വ്യക്തിപരമായി നമ്മളോട് ഇന്ന് വൈകിയ സമയത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ആർക്കെങ്കിലും ഹൃദയം കൊടുത്ത്, യേശുവേ, ഞാനൊരു പാപിയാണ്, എന്റെ ജീവിതത്തിൽ, എന്റെ രഹസ്യ ജീവിതത്തിൽ ഈ വന്നുപോയ ഈ മോഹം വ്യഭിചാരത്തിലേക്കുണ്ട്. അനേക വ്യഭിചാരങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒന്നല്ല, രക്ഷിക്കപ്പെട്ട ശേഷം അനേകരെ കാണുമ്പോൾ ഈ ഒരു മോഹം എന്റെ ഉള്ളിനകത്ത് വന്നു. അനേക സ്ത്രീകളെ കാണുമ്പോൾ ഇങ്ങനൊരു മോഹം വന്നു. അനേക പുരുഷന്മാരെ കണ്ടപ്പോൾ ഇങ്ങനൊരു മോഹം എന്റെ ഉള്ളിൽ ജനിച്ചു. അയ്യോ, ഞാൻ വ്യഭിചാരം ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമേ. ആ ദാവീദ് താൻ വ്യഭിചാരം ചെയ്തു എന്ന്
നാഥാൻ പ്രവാചകൻ വന്ന് പ്രവചിച്ചപ്പോൾ ആദ്യം ചെയ്തത് 51-ാം സങ്കീർത്തനം. അവൻ ഇങ്ങനെ പറയുന്നു, ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപ ചെയ്യണമേ, നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ക്കണമേ, എന്നെ നന്നായി കഴുകണമേ, എന്റെ അകൃത്യം പോക്കണമേ, എന്റെ പാപം നീക്കണമേ. ഞാൻ നിന്നോട് തന്നെ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായത് ഞാൻ ചെയ്തിരിക്കുന്നു. വിധിക്കുമ്പോൾ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ കഴുകണമേ. പഴയ നിയമത്തിലെ ഈ സോപ്പ് തണ്ട് പുതിയ നിയമത്തിലെ യേശുവിന്റെ രക്തത്തിനെതിരായി നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരുന്നു കൊണ്ട് ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് മുട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ നാട്ടിലേക്ക് എത്തുവാനുള്ള സമയം എത്തിക്കഴിഞ്ഞു. യേശു വരുവാനുള്ള സമയം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മരണം സുനിശ്ചിതമാണ്, സമയം നിശ്ചയമല്ല. പ്രായ ഭേദ ലിംഗ വ്യത്യാസം കൂടാതെ ഇതാ മരണം വരാൻ പോവുകയാണ്. മരണം അല്ലെങ്കിൽ കർത്താവിന്റെ വരവ് വരുമ്പോൾ നാം നിത്യതയിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഒരു വിഭചാരിയാകരുത്. ഒരുപക്ഷെ ജീവിതത്തിൽ വന്നു പോയേക്കാം. ഇവിടെ വെച്ച് യേശു പറഞ്ഞതുപോലെ ഇനി നീ പാപം ചെയ്യരുത്, ഇങ്ങനൊരു തെറ്റിലേക്ക് ഇനി പോകരുത്. ആ തെറ്റ് നമ്മളെ കൊണ്ടുപോകുന്നത് നിത്യരുടെ വഴി തടയും. പള്ളിയിലെ ദശാംശം കറക്റ്റായിട്ട് കൊടുക്കുന്നു, കറക്റ്റായിട്ട് പ്രാർത്ഥനയ്ക്ക് പോകുന്നു, കറക്റ്റായിട്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, ദൈവദാസന്മാർക്ക് ഒരു കൈത്താങ്ങലായി നിൽക്കുന്നു. പക്ഷേ എവിടെയെങ്കിലും ജീവിതത്തിന് ഈ ഒരു അവസ്ഥ, നമ്മൾ മറഞ്ഞിരിക്കുന്ന, നമ്മൾ ഓർക്കാതെ പോകുന്ന ഈ പാപം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഒരു നിമിഷം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, നമ്മൾ സ്മരിക്കാതെ പോകുന്ന ഈ ഒരു ചിന്ത പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. അനേകരുടെ നിത്യത തടഞ്ഞു വെച്ചിരിക്കുന്ന ഞങ്ങളെല്ലാം ഇപ്പോൾ പോകും പോകും പോകുമെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ജഡത്തിനകത്ത് കർത്താവേ മോഹം ജനിച്ച് ഞങ്ങൾ വിഭചാരത്തിൽ പോയ അനേക സന്ദർഭങ്ങളുണ്ട്. പലപ്പോഴും ഞങ്ങൾക്കത് ഏറ്റുപറയാൻ കഴിഞ്ഞിട്ടില്ല, അതിന് ഞങ്ങൾ ഓർക്കുന്നില്ല. അത് നിസ്സാരമായി കാണുമ്പോഴും യേശു പറയുന്നു, വ്യഭിചാരം പാപമാണ്, വ്യഭിചാരി ദൈവരാജ്യം അവകാശമാക്കില്ലെന്ന് പറയുന്നു. ഹൃദയത്തെ ശരീരത്തെ ശുദ്ധമാക്കുന്നത് വ്യഭിചാരമെന്ന് മർക്കോസ് 7:20-21 ഞങ്ങളെ പഠിപ്പിക്കുന്നു. കർത്താവേ, ഈ ദൂത് ഞങ്ങൾക്കൊരു അനുഗ്രഹമാകണം. കേട്ടുകൊണ്ടിരിക്കുന്നതിന്റെ കുഞ്ഞുങ്ങൾക്ക് ഈ സന്ദേശം നൽകിയ അടിയനും നിത്യതയുടെ വഴി തടഞ്ഞു വെച്ചിരിക്കുന്നെങ്കിൽ ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ കാൽവരിയുടെ കുലക്കളത്തുന്ന രക്തത്താൽ ഞങ്ങളെ വിടുവിക്കണമേ. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. കർത്താവേ, ആ വിഭചാരത്തിൽ പിടിക്കപ്പെട്ടവളോട് പറഞ്ഞത് ഇനി നീ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ് അവളെ പറഞ്ഞു വിട്ടതുപോലെ ഈ നിമിഷം ഞങ്ങളെ ഈ പാപത്തിൽ നിങ്ങൾക്കൊരു മോചനം തരണമേ. നിത്യതയുടെ വഴി ഞങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ കൊണ്ട് സഹായിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്.